വെൽക്കം ബാക്ക് ടു സൊല്യൂഷൻ. മക്കളെ, നാളത്തെ ചോദ്യ പേപ്പർ ഒരു 3 മാർക്കിന്റെ അല്ലെങ്കിൽ 2 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ കാണാൻ പോകുന്ന ഒരു സാധനമാണ് വരച്ച് പഠിക്കാനുള്ളത്. സോ ഒരു ചോദ്യമല്ല 2 ചോദ്യം ഉണ്ടാവും. ശ്രദ്ധിച്ചിരുന്നോ? വരച്ച് പഠിക്കാൻ ആദ്യം നമുക്ക് അറിയുന്നത് ഇതിന്റെ റൂൾസാ. ആദ്യത്തെ റൂൾസ് എന്താണോ? ഞാൻ ആദ്യം കോൺവെക്സിനെ കുറിച്ച് മാത്രം പറയുന്നിട്ട് കോൺകേവിലേക്ക് വരും. വൃത്തിയായിട്ട് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒരു പേപ്പർ എടുത്തിരിക്കുക. ഞാൻ പറയുമ്പോൾ കൂടെ വരച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ശ്രദ്ധിച്ചോ? എടാ, ആദ്യം നമ്മൾ കോൺവെക്സിനെ കുറിച്ച് പഠിക്കാം. കോൺവെക്സിൽ പാരലായിട്ട് സമാന്തരമായിട്ട് ഒരു വര വന്നാൽ അത് എഫിലൂടെ പോകും. ഒരു ലൈറ്റ് പാരലായിട്ട് വന്നാൽ അത് എഫിലൂടെ പോകും എന്നുള്ളതാണ് ആദ്യങ്ങൾ പഠിക്കേണ്ടത്. അത്ര മാത്രം പഠിച്ചോ. കോൺവെക്സിൽ രണ്ടാമത്തെ റൂൾ എന്താ അറിയോ? ഒരു ലൈറ്റ് ഒപ്റ്റിക് സെന്ററിലൂടെ വരികയാണെങ്കിൽ, പ്രകാശിക കേന്ദ്രത്തിലൂടെ വരികയാണെങ്കിൽ അതിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട, അത് അങ്ങനെയാണ് പോയിക്കോളും, അവിടെ വളയൂല. ഈ 2 റൂള് മാത്രം എന്റെ മക്കളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ പറ്റും. ശ്രദ്ധിച്ചോ? ആദ്യത്തെ ചോദ്യം, എടാ, പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എവിടെ പറഞ്ഞു? ബിയോണ്ട് 2F, 2F പിറകിലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലെൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 2F പിറകിൽ മനോഹരമായിട്ട് ഒരു ഒബ്ജക്റ്റിനെ വെച്ചു കൊടുക്കുക. ഓക്കെ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ഒബ്ജക്റ്റിന് 2F പിറകിൽ ഞാൻ വെച്ചു കൊടുത്തു. ഓക്കെ, 2F പിറകിൽ ഇതാ ഒരു ഒബ്ജക്റ്റ്. റെഡി? ഒരു പറഞ്ഞോ 2F പിറകിൽ ബിയോണ്ട് 2F, ഞാൻ ബിയോണ്ട് 2F ഒബ്ജക്റ്റിനെ വെച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി കണ്ട് നിങ്ങൾ നെട്ടരുത്. ശ്രദ്ധിച്ചോ? ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ? ഇയാളെ ഹെഡ് നമ്മൾ ആദ്യം പഠിച്ച റൂളില്ല എന്താ നേരെ വരക്കുക, അത് എഫിലൂടെ പോകും. ഞാൻ എവിടുന്ന വരക്കുന്ന അറിയാം? നേരെ ഇയാളെ ഹെഡിന്ന് നേരെ വരക്കുക. ഇയാളെ ഹെഡിന്ന് നേരെ വരച്ചു. അതെന്തിലൂടെ പോവാ? എഫിലൂടെ. അതിലൂടെ ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ പോകും. ഓക്കെ, ബുദ്ധിമുട്ടില്ല. ഓക്കെ, റെഡി? അടുത്തെന്താ ചെയ്യേണ്ട അറിയോ? ഇതിന്റെ ഹെഡ് തന്നെ നമ്മൾ രണ്ടാമത്തെ റോള് നേരെ വരച്ചാൽ മതി. പക്ഷെ എവിടുന്ന് അതൊക്കെ വരക്കണ്ടേ? ഇതിന്റെ ഹെഡിൽ നിന്നാണ്. ഈ ഹെഡിൽ നിന്ന് നമുക്ക് നേരെ വരച്ചു. ഓക്കെ, ഇത് നേരെ വരച്ച് ഓയിലൂടെ നേരെ പോയി. എടാ, ഇത് രണ്ടും പോയ സമയത്ത് ഇവരെവിടെയോ കൂട്ടിമുട്ടിയ സ്ഥലത്ത് ഞാനിത് അങ്ങനെ ഒരു പോയിന്റ് ഇട്ട് വെച്ചു. ഓക്കെ, കൂട്ടിമുട്ടിയ സ്ഥലത്ത് ഞാനൊരു പോയിന്റ് ഇട്ട് വെച്ചു. ഓക്കെ, ആ കൂട്ടിമുട്ടിയ സ്ഥലത്ത് ഒരു പോയിന്റ് ഇട്ടില്ലേ, അവിടെയാണ് ഇമേജ് ഉണ്ടാവുക. സോ നോക്കണേ, ഒബ്ജക്റ്റ് ഈ സൈഡിൽ, ഇമേജ് ഓപ്പോസിറ്റ് സൈഡിലാണ്. അങ്ങനത്തെ ഇമേജിനെ വിളിക്കുന്ന പേരാണ് റിയൽ ഇമേജ്. എന്ത് ഇമേജാ? റിയൽ ഇമേജ്. സോ എനിക്കത് മനസ്സിലായത് എന്ത് ഇമേജാ മക്കളെ? റിയൽ ഇമേജ് ആണ്. മലയാളത്തിൽ യഥാർത്ഥ പ്രതിബിംബമാണ്. ഓക്കെ, രണ്ടാമത് എനിക്ക് മനസ്സിലായ കാര്യം, റിയൽ ഇമേജ് എപ്പോഴും മക്കളെ ഇൻവേർട്ടഡ് ആയിരിക്കും. അതായത് മലയാളത്തിൽ തല കീഴായ പ്രതിബിംബമായിരിക്കും എന്നെല്ലാവർക്കും അറിയാം. മാത്രമല്ല, നിങ്ങൾ അതിന്റെ സൈസ് നോക്കട്ടെ. ഞാൻ ഒന്ന് ജസ്റ്റ് വരച്ചു തരാം. ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, ഇവിടെ അല്ലേടാ നമുക്ക് കൂട്ടിമുട്ടി. ഇവിടെ വരച്ചു തരുമ്പോൾ ആദ്യത്തിനേക്കാളും കുറച്ചുകൂടെ സ്മോൾ സൈസ് അല്ലേടാ? അല്ലെ, ആദ്യത്തിനേക്കാൾ കുറച്ചുകൂടെ സ്മോൾ സൈസ് അല്ലേ? ഇതിനേക്കാളും കുറച്ച് സ്മോൾ സൈസ് അല്ലേ? സോ ഞാൻ ഇവിടെ എഴുതുന്നു സ്മോൾ സൈസ്. എങ്ങനെ എഴുതണം? സ്മോൾ സൈസ്. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. സ്മോൾ സൈസ്. ഓക്കെ, അതായത് പിന്നെ ചെറിയ പ്രതിബിംബം. ഇനി എവിടെയാണ് പ്രതിബിംബം ഉണ്ടായത് നോക്കണ്ടേ? എവിടെ ഉണ്ടായതാ? എഫിനും 2F, ബിറ്റ്വീൻ F and 2F. ഞാൻ ഇവിടെ ഉണ്ടായത് ബിറ്റ്വീൻ F and 2F. എഫിനും 2F ഇടയിൽ. ഓക്കെ, ഒന്ന് കഴിഞ്ഞു. ഇത് സെറ്റ് ആണല്ലോ. രണ്ടാമത് നമുക്ക് വരച്ചു നോക്കാം. ഇനി 1-2 കഴിയുമ്പോൾ നിങ്ങൾ സെറ്റ് ആവും, ഒരു പ്രശ്നമില്ല. രണ്ടാമത് നോക്കണം. എവിടെ വെക്കണം? 2F വെക്കണം. ചോദ്യം ചോദിച്ചിരിക്കും. നാളെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവും, പഠിച്ചു വെച്ചോ. 2F വെക്കണം എന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ, നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇമേജ് എവിടെ ഉണ്ടാവുമോ? ആരോടും പറയണ്ട, 2F തന്നെ ആയിരിക്കും. സോ നമ്മൾ തുടങ്ങി നോക്കാം. ശ്രദ്ധിക്കണം, നമ്മളോട് പറഞ്ഞത് എന്താണ്? മാന്യമായിട്ട് നിങ്ങൾ ഒരു ഒബ്ജക്റ്റിനെ 2F വെക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ 2F വെച്ചു. ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി എന്നോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണടാ? ഇവിടുന്ന് എന്ത് ചെയ്യണം എന്നറിയോ? ഇവിടുന്ന് പാരലൽ ആയിട്ട് വരക്കണം. ഇവിടുന്ന് എന്ത് ചെയ്യണം? പാരലൽ ആയിട്ട് വരക്കണം. ഇതങ്ങനെ വരച്ചു. ഓക്കെ, അതെന്തിലൂടെ പോകണം? എഫിലൂടെ പോയി. ഓക്കെ, അടുത്തെന്ത് ചെയ്യണം? ഓയിലൂടെ വരക്കണം. ഓക്കെ, ഓയിലൂടെ വരച്ചു. ഓക്കെ, അത് എവിടെ കൂട്ടിമുട്ടിയത്? കറക്റ്റ് എവിടെ കൂട്ടിമുട്ടി? 2F തന്നെ കൂട്ടിമുട്ടി. ഓക്കെ, ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എക്സാമിന് അവിടെ തന്നെ വെക്കണം കേട്ടോ. ഓക്കെ, വരച്ചതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വന്നതാണ്. അത് നിങ്ങൾ അവിടെ തന്നെ വെക്കണം, കറക്റ്റ് ആയിട്ട് വെക്കണം. ഓക്കെ, അത് എന്ത് ഇമേജ് ആടാ? ഇത് നോക്ക്, ഒബ്ജക്റ്റ് ഇവിടെ, ഇമേജ് ഓപ്പോസിറ്റ്. സോ റിയൽ ഇമേജ് ആണ്. ഇൻവേർട്ടഡ് ഇമേജ് തലകീഴാതാണ്. സൈസ് എങ്ങനെ വരിക? സെയിം സൈസ് ആട്ടോ. ബാക്കിയൊക്കെ സെയിം ആണ്. ഇവിടുത്തെ അതേ സാധനം തന്നെയാണ് ഇവിടെയും വേണ്ടത്. ഓക്കെ, ഇതേ സാധനം തന്നെയാണ് ഇവിടെയും വേണ്ടത്. സോ ഇതന്നെ ഞാൻ എന്ത് ചെയ്യാണ്? അങ്ങോട്ട് എഴുതാണ്. ശ്രദ്ധിച്ചോളൂ. നോക്കണേ, ഇവിടെ തന്നെ അങ്ങോട്ട് എഴുതാണ്. യെസ്. എന്താ മാറ്റം വരുത്തേണ്ട മക്കളെ?
ചെറിയൊരു മാറ്റം വരുത്താനേ ഉള്ളൂ. എന്താടാ ഇവിടെ സ്മോൾ എന്നല്ല, ഇവിടെ എന്താ ഉള്ളത്, സെയിം സൈസ് ആയിരിക്കും. ഓർത്ത് വെക്കണേ, സെയിം സൈസ് ആയിരിക്കും. ഓക്കെ, സെയിം സൈസ്, തുല്യ വലുപ്പം. ഓക്കെ, തുല്യ വലുപ്പം. ഇനി മൂന്നാമത്തെ നമുക്കൊന്ന് വരച്ചു നോക്കാം. മൂന്നാമത്തെ എവിടെ വെക്കാൻ പറഞ്ഞത്? ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. എഫിനും 2Fന്റെ ഇടയിൽ നമുക്കിനി പ്രശ്നമില്ല, നമ്മൾ എവിടെ പറഞ്ഞാലും ഇനി വെക്കൂല മക്കളെ. അപ്പൊ എഫിനും 2Fന്റെ ഇടയിൽ ഞാൻ വെച്ചു. ഓക്കെ, എഫിനും 2Fന്റെ ഇടയിൽ ഞാൻ അടിപൊളിയായിട്ടുള്ള ഒരാളെ വെച്ചു. ഓക്കെ, പ്രശ്നമില്ല, ബുദ്ധിമുട്ടില്ല. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനറിയാം. ഇതിന്റെ ഹെഡ് എന്ന് നേരെ വരക്കും, അത് എഫിലൂടെ പോവും, അത് ഓയിലൂടെ വരക്കും. എന്ത് ചെയ്യും? ഓയിലൂടെ വരക്കും. അതെവിടെ കൂട്ടിമുട്ടും? 2Fന് പിറകിൽ കണ്ടോ? 2Fന് പിറകിൽ കൂട്ടിമുട്ടുക. ഇവിടെ കൂട്ടിമുട്ടി. ഓക്കെ, 2Fന് പിറകിൽ കൂട്ടിമുട്ടും. വലിയ പ്രതിബിംബം അത് ആണോ അല്ലേ? വലിയ പ്രതിബിംബം. ഓക്കെ, അടുത്ത എഫിൽ വെച്ചാൽ എവിടെ ഉണ്ടാവും നോക്കാം. നമ്മൾ എഫിൽ വെക്കാൻ പറഞ്ഞു. സോ എഫിൽ വെക്കാൻ പോവാണ്. ഇതാ ഇവിടെ എഫിൽ ഇങ്ങനെ ആളെ വെച്ചു. ഓക്കെ, പ്രശ്നമൊന്നുമില്ല, എഫിൽ ആളെ വെച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ? നേരത്തെ ചെയ്ത സെയിം പരിപാടികൾ തന്നെ മക്കളെ, ഒരു പ്രശ്നമില്ല. നേരെ വരച്ചു. ഓക്കെ, അത് എഫിലൂടെ പോയി, കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ഓയിലൂടെ പോയി, പ്രശ്നമാക്കണ്ട, അതും പോയി. അതും പോയി. ഓക്കെ, സാർ ഇതെന്താ കൂട്ടിമുട്ടാത്ത? ഇത് കൂട്ടിമുട്ടുന്നില്ല. അപ്പം ഇമേജ് ദൂരെ എവിടെയോ കൂട്ടിമുട്ടും, അതായത് അതായത് ഇൻഫിനിറ്റിയിൽ കൂട്ടിമുട്ടും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അവസാനത്താണ് എഫ് ആൻഡ് ഒ. എഫിനും ഓക്കും ഇടയിൽ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യ പേപ്പറിൽ ഉണ്ടാവും മക്കളെ. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. എന്താ ചെയ്യേണ്ട മക്കളെ? ഇതുപോലൊരു ഒബ്ജക്റ്റിന് എവിടെ വെച്ചു? ഇവിടെ വെച്ചു. ഓക്കെ, ദെൻ ശ്രദ്ധിച്ചോ, ഞാൻ എന്താ ചെയ്യുന്ന അറിയോ? നേരെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഞാൻ അവിടുന്ന് നേരെ വരച്ചു. അത് എന്തിലൂടെ പോയി? എഫിലൂടെ പോയി. എന്തിലൂടെ പോയടാ? എഫിലൂടെ പോയി. അടുത്ത ഓയിലൂടെ വരച്ചു. എന്ത് ചെയ്തു? ഓയിലൂടെ വരച്ചു. എടാ ഇത് നോക്കടാ, അത് ഒരിക്കലും കൂട്ടിമുട്ടൂല എന്നുള്ള രൂപത്തിൽ അവർ പോകുന്നത്. സോ ഞാൻ ഇവരെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. ഞാൻ അവരെ ബാക്കോട്ട് ഒന്ന് വരച്ചു നോക്കി. ഓക്കെ, ബാക്കോട്ട് ഒന്ന് ജസ്റ്റ് വരച്ചു നോക്കണേ. യെസ്, ഇവിടെ ഒരു ഇമേജ് ഉണ്ടായി. ഇവിടെ എന്തുണ്ടായി? ഒരു ഇമേജ് ഉണ്ടായി. അത് റിയൽ ഇമേജ് ആണോ? അല്ല സാറേ, ഇങ്ങനെ ബാക്കോട്ടൊന്നും ഇമേജ് ഉണ്ടാവില്ല. അത് വെർച്വൽ ഇമേജ് ആണ്, മിഥ്യാപ്രതിബിംബമാണ്. ഓർത്തു വെക്കുക. അപ്പൊ കോൺവെക്സിൽ ഒരു മിഥ്യാപ്രതിബിംബം ഉണ്ടാവും, അത് ഓർത്തു വെക്കുക. അപ്പൊ കോൺവെക്സിന്റെ കഴിഞ്ഞു. ഇനി കോൺകേവ് ആണ്. കോൺകേവ് ആയിരിക്കും നാളത്തെ ചോദ്യ പേപ്പർ ഭരിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ. കോൺകേവിന്റെ ഒന്ന് വരച്ചു നോക്കാം. ഒന്ന് വരച്ച് പഠിച്ചാൽ മതി. കോൺകേവിന്റെ ഒരു സാധനം എന്താ അറിയോ? നിങ്ങൾ എവിടെയും വെച്ചോ, എവിടെ വെച്ചാലും കോൺകേവിന് പ്രശ്നമില്ല. നിങ്ങൾ എവിടെ വെച്ചാലും ഇമേജ് ഉണ്ടാവുക ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ. എഫിനും ഓക്കും ഇടയില. പറഞ്ഞുതരാം, മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് എവിടെ വെക്കുക അറിയോ? എഫ് ആൻഡ് 2F. ഓക്കെ, വെറുതെ വെക്കല്ല, ഇതാണ് പരീക്ഷയ്ക്ക് വരിക. സോ അതുകൊണ്ടാണ് അവിടെ വെച്ച്. ഓക്കെ, വെറുതെ വെക്കുക. അതായത് ഞാൻ വെറുതെ വെക്കുക എന്ന് പറഞ്ഞില്ലേ? എഫിനും 2Fനും ഇടയിൽ മക്കളെ വെറുതെ വെക്കല്ല. ദിസ് മൈ കോൺഫിഡൻസ്. നാളത്തെ പരീക്ഷ പേപ്പറിൽ എഫിനും 2Fനും ഇടയിൽ വെച്ചിട്ടാ വരിക. സോ പഠിച്ചോ. അതായത് ശ്രദ്ധിച്ചോ, ഞാൻ എന്ത് ചെയ്തോടാം? ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ വെച്ചു. ഓക്കെ, കുറച്ചുകൂടി ചെറുത്. കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യാം? നമുക്ക് നേരെ ഇവിടുന്ന് നേരെ ഇങ്ങനെ പോയി. നിങ്ങൾക്കറിയാം ഇത് എന്ത് ചെയ്യും? എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ എഫ് ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ ഉണ്ട്. അവിടുന്ന് അങ്ങോട്ടാണ് എന്ത് ചെയ്യാത്? ഒറ്റക്ക് പോവാ. കണ്ടോ, ഇങ്ങനെ പോയി. ഇനി അടുത്ത് ഓയിലൂടെ വരക്കുക. ഇതായിട്ട് ഇവിടെ ചെയ്യേണ്ട മെത്തേഡ്. എവിടെ ഇമേജ് ഉണ്ടായത് നോക്കുക. എവിടെ ഇമേജ് ഉണ്ടായത്? ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ. എന്നാൽ ഒന്നുകൂടെ നോക്കാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോ. എനിക്ക് ഒരു അടുത്തൊരു ഇത് തോന്നുന്നത് ഇമേജ് ഉണ്ടാവും മിക്കവാറും 2Fൽ വെക്കാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, കോൺകേവിൽ 2Fൽ വെക്കാൻ വേണ്ടിയുള്ള ചോദ്യം ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാർ അത് ഇടും. ശ്രദ്ധിച്ചോ. അപ്പൊ നമ്മളിതാ ഇവിടെ വെച്ചു. അപ്പൊ നോക്കണേ, നേരെ ഇങ്ങനെ പോയോ. ഓക്കെ, ശ്രദ്ധിച്ചോ. നേരെ ഇങ്ങനെ വരക്കാൻ പോവാണ് കേട്ടോ. ഞാൻ എല്ലാവരും ശ്രദ്ധിച്ചോ. നേരെ അവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? എഫ് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡോട്ടർ ലൈൻ ഇങ്ങനെ വരച്ചിട്ടിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സെറ്റാക്കി വരക്കണം. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഓയിലൂടെ വരച്ചു കൊടുക്കുക. യെസ്, പരിപാടി. ഇനി ഇവിടെ എന്തുണ്ടാവുക? ഇവിടെയാണ് ഇമേജ് ഉണ്ടാവുക. ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ ആണ്. സോ ഇത്രയും അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നാളത്തെ എക്സാമിന് വരക്കാനുള്ളതൊക്കെ അടിപൊളിയായിട്ട് വരച്ചു കൊടുക്കണം. ഓക്കെ, വേറെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല 7:30 കൃത്യം 7:30 വന്നു. അടിപൊളിയായിട്ട് എന്ത് ചെയ്യൂടാ? നാളത്തെ എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ സാർ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്. സോ അത് മറക്കണ്ട.